ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും കൺസെപ്റ്റ് സിംപ്ലിഫൈഡിന്റെ ഒരു പുതിയൊരു സെഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് ഈവ്സ്ഡ്രോപ്പിംഗ്. ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രഹസ്യം കേൾക്കുക, അതായത് എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്ന് കാര്യങ്ങൾ കേൾക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം. എന്താണ് പ്ലാന്റ് ഈവ്സ്ഡ്രോപ്പിംഗ്? പ്ലാന്റ് ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെടി ഏതെങ്കിലും ഒരു ഹെർബിവോർ അറ്റാക്ക് ചെയ്താൽ, അതായത് ഒരു പശുവോ കാളയോ ഏതെങ്കിലും ഒരു ചെടിയെ ഭക്ഷിക്കാൻ വന്നാൽ ഈ ഭക്ഷിക്കപ്പെടുന്ന ചെടി തൊട്ടടുത്ത് നിൽക്കുന്ന ചെടികൾക്ക് ഒരു ഡിസ്ട്രസ് സിഗ്നൽ കൊടുക്കും. അതാണ് പ്ലാന്റ് ഈവ്സ്ഡ്രോപ്പിംഗ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഗ്രീൻ വോളറ്റൈൽസ്, അതായത് എല്ലാ പ്ലാന്റ്സും നമ്മൾ വീട്ടിലൊക്കെ പുല്ല് ചെത്തുമ്പോഴൊക്കെ ഒരു അരോമ, ഒരു മണം വരാറുണ്ട്, റൈറ്റ്? ഈ മണം എന്താണ്? അതൊരു വോളറ്റൈൽ കോമ്പൗണ്ട് ആണ്, പ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു വോളറ്റൈൽ കോമ്പൗണ്ട് ആണ്. ഇത് നമ്മുടെ മൂക്കിലേക്ക് കയറുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സെൻസ് കിട്ടുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു എവിടെ പുല്ല് ചെത്തി എന്നുള്ളതൊക്കെ ഒരു സെൻസ് നമുക്ക് കിട്ടുന്നു. സിമിലർലി ഇതുപോലുള്ള വോളറ്റൈൽ കോമ്പൗണ്ട്സ് പ്ലാന്റ്സ് വെളിയിൽ വിടുമ്പോൾ തൊട്ടടുത്തുള്ള പ്ലാന്റ്സിന് ഈ സിഗ്നൽ കിട്ടുകയും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും മെക്കാനിസംസ് കാണിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ പ്ലാന്റ്സ് എന്തായിരിക്കും ചെയ്യുക? അവരുടെ ശരീരത്തിലെ വിഷാംശം, ടോക്സിൻസിന്റെ ഇന്റൻസിറ്റി കൂട്ടാം, ചിലപ്പോൾ ജനറ്റിക് ഡിഫൻസ് മെക്കാനിസംസ് കൊണ്ടുവരാം. അങ്ങനെ പല രീതിയിലാണ് ഇത് സംഭവിക്കുക. ചുരുക്കി പറഞ്ഞാലേ ഉള്ളൂ. അവതാർ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവതാർ സിനിമയിൽ മനുഷ്യനും അവന്റെ എൻവയോൺമെന്റും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. അതുപോലെ എല്ലാ പ്ലാന്റ്സും തമ്മിൽ കണക്റ്റഡ് ആണ്, റൂട്ട് സിസ്റ്റംസ് കണക്റ്റഡ് ആണ്. നമ്മൾ കാണാത്ത, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ബീയിങ്സ്, പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആന കരിമ്പിൻ കാട്ടിൽ കയറിയാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ആന ഏതെങ്കിലും ഒരു ഫീൽഡിനെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളിത് കാണാറുണ്ട്. തൊട്ടടുത്തുള്ള ചെടികളിൽ ടോക്സിൻസ് ഉണ്ടാവുന്നത് റിസർച്ചേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി പ്ലാന്റ്സിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇതുകൊണ്ട് മനുഷ്യർക്ക് എന്താണ് ഗുണം? അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ. മനുഷ്യർക്ക് ഗുണം പലതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് നാച്ചുറൽ ആയിട്ട് വീഡിസൈഡ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇടുന്നു, കെമിക്കൽ വീഡിസൈഡ്സ് ഉണ്ടാക്കുന്നു. പകരം ഇതുപോലുള്ള എക്സ്ട്രാക്റ്റുകളെ പറ്റി, ഇതുപോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഡിഫൻസ് സിസ്റ്റത്തെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഗാനിക് ആയിട്ടുള്ള, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, ഡീപ്പ് റിസർച്ചിന്, പ്ലാന്റ് ബേസ്ഡ് റിസർച്ചിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് റീസെന്റ് വാർത്തയിൽ നിറഞ്ഞു നിന്നൊരു ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക. താങ്ക് യു ഗൈസ്.